ഒരു ഡിസൈൻ മനസ്സിൽ കയറി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ശരിയാണ്, പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തത് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഡിസൈൻ ഇനി പേപ്പറിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ആദ്യം ക്രോക്കി വരച്ചു, പിന്നെ അത് ഫ്ലഷ് ഔട്ട് ചെയ്തു, പിന്നെ അതിനത് ഡ്രസ്സ് വരച്ചു കൊടുത്തു, പിന്നെ നമുക്ക് ഏത് കളറാണ് ഇഷ്ടം ആ കളറിലേക്ക് അതിന് മാറ്റി. അതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ശരിയാകോ ഇല്ലേ എന്നുള്ളത്. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അതൊക്കെ ഭംഗിയായിട്ട് തന്നെ വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി, ചെയ്തു. അപ്പോൾ അവിടെ വരെ ഓക്കെ ആയി. ഇനിയാണ് അതിൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിനിയൊരു പാറ്റേണിലേക്ക് ഇതിനെ കൊണ്ടുവരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ നമ്മൾ പാറ്റേണിലേക്ക് നമ്മുടെ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ പാറ്റേൺ പേപ്പറിനകത്ത് അത് കൊണ്ടുവരണം. ഞാൻ നെക്കിൻ്റെ പോർഷൻ വെട്ടി മാറ്റുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ഞാനൊരു ഫ്ലീറ്റഡ് ആണ് ഉദ്ദേശിക്കുന്നത്, യോക്ക് ഭാഗത്ത് ഫ്ലീറ്റഡ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ആ ഫ്ലീറ്റ് ഇല്ല. അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ വെട്ടി മാറ്റുന്നത്. എന്നിട്ട് പിന്നീട് അത് തയ്ച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് വീഡിയോയിലൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലീറ്റ് ചെയ്യുന്നതും, പിന്നെ മുട്ട് സൂചി വെച്ച് ഇത് സെക്യൂർ ചെയ്യുന്നതും, പിന്നെ നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് തയ്ച്ചെടുക്കുന്നതും ഒക്കെ. പക്ഷെ ഞാനത് ഈ ഘട്ടങ്ങളൊക്കെ ചെയ്തിട്ട് മുട്ട് സൂചി ഊരി മാറ്റിക്കഴിഞ്ഞപ്പോൾ തുണി പിന്നെയും പഴയ തുണി പോലെയായി. കുറച്ച് കൂട്ടം വീണിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചനയായി. കുറേ വീഡിയോകൾ മാറിയും തിരിഞ്ഞും കണ്ടു നോക്കി. അങ്ങനെ കിട്ടിയൊരു ഐഡിയ ആണ്. പിന്നെയും രണ്ടാമത് ഫ്ലീറ്റ് ചെയ്തു, സെക്യൂർ ചെയ്തു. അതിനുശേഷം കൈത്തുന്നൽ തയ്ച്ചു വെച്ചു. നമ്മൾ എവിടേക്കാണ് ഫ്ലീറ്റ് വരണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഫ്ലീറ്റ് ചെയ്തിട്ട് മുട്ട് സൂചി വെച്ച് കുത്തി വെച്ചതിന് ശേഷം അത് കൈത്തുന്നൽ വെച്ച് തയ്ച്ചു വെച്ചു. അത് കുഴപ്പമില്ല, അത്ര പാടുള്ള പരിപാടിയല്ല. പിന്നെ ഒരു ചെറിയ ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അങ്ങനെ അത് ചെയ്തു വെച്ചു. ഇനിയാണ് ഇതിൽ നിന്ന് അഴിക്കുന്ന അടുത്ത ഘട്ടം. പിന്നെ നമ്മൾ ഇതിൽ വെച്ച് തന്നെയാണ് എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തത്. നമ്മൾ കൈക്കുഴിയൊക്കെ ഇത് വെച്ച് തന്നെയാണ് കട്ട് ചെയ്തത്. ജസ്റ്റ് തുണി നമ്മൾ എടുക്കുന്നു, അതിൻ്റെ പോർഷൻ ഇങ്ങോട്ട് വയ്ക്കുന്നു, ഫ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഒരു വശത്തെ പരിപാടി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന്, അതായത് ഈ ബോഡി ഫോമിൽ നിന്ന് ഇതിനെ അഴിച്ചു മാറ്റണം. നേരത്തെ പോലെ തുണി പോലെ തന്നെ ആവാതെ ഫ്ലീറ്റായിട്ട് നിൽക്കണം. ആ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടി പതുക്കെ ഇത് ഞാൻ അഴിച്ചു മാറ്റാണ് കേട്ടോ. ഇനിയാണ് ഇതിനെ അഴിക്കുന്ന പരിപാടി. അതാണ് ടെൻഷൻ. അതൊക്കെ നമുക്ക് അഴിക്കാം. ഇവിടെയൊക്കെ നമ്മൾ മാക്സിമം സെക്യൂർ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാ ഏരിയയിലും സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നാലും ടെൻഷനാണ്. നമുക്ക് അഴിച്ചു നോക്കാം. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പതുക്കെ ഞാനിതിനെ അതിൽ നിന്ന് അടർത്തി മാറ്റി. കുഴപ്പമൊന്നും സംഭവിച്ചില്ല, നേരത്തെ പോലെ ആയില്ല. ആ ഫ്ലീറ്റ് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ അത് സെക്യൂർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ പതുക്കെ നമ്മൾ തയ്ച്ചെടുക്കണം. അതും ഒരു കടമ്പ തന്നെയാണ്. കാരണം ഈ ഫ്ലീറ്റ് നമ്മൾ തയ്ച്ച് വരുമ്പോൾ കുളമായി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതും വലിയ കുഴപ്പമില്ലാതെ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വരെ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത വശം ഇതുപോലെ ചെയ്യണം. പിന്നെ താഴെയും ബാക്കും ചെയ്യണം. അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഈ കൊച്ചുവൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അവളുടെ നൂരി ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്തു. കാരണം ഇത് എൻ്റെ വെഡ്ഡിങ് ഡേക്കും ബർത്ത്ഡേക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ തയ്ച്ച ഒരു മുതലാണ്. ഒരു ബട്ടർഫ്ലൈ തീ പിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിനും അതേ ബട്ടർഫ്ലൈയുടെ ഒരു കളർ തന്നെയാണ് അതുപോലെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡ്രസ്സിന് കുറച്ച് അപാധകളൊക്കെ ഉണ്ട്, ശരിയാണ്, അതും ശരിയാക്കണം.